നോളജ് വിത്ത് സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലെ ഏതാനും ചില സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മറ്റു ചില സവിശേഷതകൾ കൂടി പരിചയപ്പെടാം. 21ാമത്തെ സവിശേഷത, നിയമ-നീതിന്യായ രംഗങ്ങളിലും ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായി. ശ്രീ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ നിയമ-നീതിന്യായ രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായി. 22. നീതിന്യായ വകുപ്പ് പുനഃസംഘടനയുടെ ഭാഗമായി അപ്പീൽ കോടതികൾ, ജില്ലാ കോടതികൾ, മുൻസിഫ് കോടതികൾ എന്നീ 3 തരത്തിലുള്ള നീതിന്യായ സംവിധാനം രൂപപ്പെടുത്തി. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പീൽ കോടതികളും ജില്ലാ കോടതികളും മുൻസിഫ് കോടതികളും എല്ലാം രൂപപ്പെടുത്തിയത്. അടുത്ത 23ാമത്തെ സവിശേഷത, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദേശത്ത് നടപ്പാക്കിയിരുന്ന നിയമങ്ങൾ പോലെ തിരുവിതാംകൂറിനും ഒരു നിയമസംഹിത ക്രോഡീകരിക്കാൻ മഹാരാജാവ് ആഗ്രഹിച്ചു. 24. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഇട്ടിരായച്ചൻ കണ്ടപ്പൻ എന്ന തഹസിൽദാരെ 1835 തിരുവിതാംകൂർ സർവീസിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തെ ദിവാൻ പേഷ്കാർ എന്ന പദവിയിൽ നിയമിക്കുകയും ചെയ്തു. 25ാമത്തെ സവിശേഷത, കണ്ടൻ മേനോൻ എന്നറിയപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാർ ഉൾക്കൊള്ളുന്ന ഈ കമ്മിറ്റിയെ നീതി നിയമ സംഹിത എഴുതിയുണ്ടാക്കാനായി രാജാവ് നിയോഗിച്ചു. അവർ തയ്യാറാക്കിയ നിയമസംഹിത തിരുവിതാംകൂറിൻ്റെ നിയമമായി വിളംബരം ചെയ്ത് പ്രയോഗത്തിൽ വരുത്തി. അങ്ങനെ ആ നിയമസംഹിത നിലവിൽ വന്ന വർഷമാണ് 1836. കണ്ടൻ മേനോൻ്റെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ ചില ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി നിയമസംഹിത എഴുതി തയ്യാറാക്കാനായി ഒരു കമ്മിറ്റി രാജാവ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അത് 1836 ആ നിയമസംഹിത വിളംബരം ചെയ്തത്. അടുത്ത 26ാമത്തെ സവിശേഷത, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സംവിധാനത്തിൻ്റെ മാതൃകയിൽ മജിസ്ട്രേറ്റ് കോടതികളും പോലീസ് വകുപ്പും പരിഷ്കരിച്ചു. 27. മദ്രാസ് ഗവർണറായിരുന്ന ലോഷിങ്ടൺ തിരുവിതാംകൂർ സന്ദർശിച്ചു. മദ്രാസ് ഗവർണറായിരുന്ന ലോഷിങ്ടൺ തിരുവിതാംകൂർ സന്ദർശിച്ചു. സ്വാതി തിരുനാൾ കൊല്ലത്ത് ചെന്ന് അദ്ദേഹത്തെ കണ്ടു. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കവാത്തും വേഷവിധാനവും സ്വാതി തിരുനാളിനെ എന്തെന്നില്ലാതെ ആകർഷിച്ചു. കൊല്ലത്ത് നിന്ന് അദ്ദേഹം മടങ്ങിയത് തൻ്റെ നായർ ബ്രിഗേഡിനെ കൂടുതൽ പരിഷ്കരിക്കണമെന്ന തീരുമാനവുമായാണ്. 28. പുതിയ സൈനിക യൂണിഫോമും സൈനിക പരിശീലന സംവിധാനവും അദ്ദേഹം ഏർപ്പെടുത്തി. അതുവരെ തിരുവിതാംകൂർ സൈനികരുടെ വേഷം മുണ്ടും കോട്ടും തലപ്പാവുമായിരുന്നു. 29. അന്ധവിശ്വാസത്തിൽ അടിയുറച്ചതും പ്രാകൃതവുമായ ശിക്ഷാ സമ്പ്രദായങ്ങൾ സ്വാതി തിരുനാൾ നിർത്തലാക്കി. തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് സ്വാതി തിരുനാൾ നിർത്തൽ ചെയ്തു. അപ്പം പണ്ടുകാലത്ത് പ്രാകൃതമായ ശിക്ഷാ സമ്പ്രദായങ്ങളാണ് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്നത്. അതിലൊന്നാണ് ശുചീന്ദ്രം കൈമുക്ക്. ശുചീന്ദ്രം കൈമുക്ക് എന്നാൽ തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അത് അദ്ദേഹം നിർത്തൽ ചെയ്തു. അടുത്ത 30ാമത്തെ സവിശേഷത, വിഷജന്തുക്കൾക്കിടയിൽ കുറ്റവാളികളെ തള്ളിവിട്ട് വിഷമേറ്റാൽ കുറ്റവാളിയാണെന്ന് നിശ്ചയിക്കുന്ന ആചാരം മതിയാക്കി. 31. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ്.
ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. 1834 അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. നാഗർകോവിലിൽ ഒരു സ്വകാര്യ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ജെ. റോബർട്ട്സിനെയാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. 1836 അത് രാജാസ് ഫ്രീ സ്കൂളായി മാറി. സൗജന്യ സർക്കാർ വിദ്യാലയം ആരംഭിച്ചതോടുകൂടി ഇതിലേക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കി അയക്കാൻ ഡിസ്ട്രിക്ട് സ്കൂളുകളും സ്ഥാപിക്കപ്പെട്ടു. 34 വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ 1836 മഹാരാജാവ് 165 സാധനങ്ങളിന്മേലുള്ള തീരുവ നിർത്തലാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം 1836 165 സ്ഥാപനങ്ങൾക്ക് മേലുള്ള തീരുവ നിർത്തലാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. 35 1837 വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. നിലം പുരയിടങ്ങളെല്ലാം അളന്നു തിട്ടപ്പെടുത്താനും തെങ്ങുകളിൽ നിന്നും മറ്റു ഫലവൃക്ഷങ്ങളിൽ നിന്നുമുള്ള ആദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണ്ണയിക്കാനുമുള്ള ഒരു റവന്യൂ സർവേയും 1837 ആരംഭിച്ചു. 36 തഹസീൽദാർമാരുടെ സഹായത്തോടെ 1836 തിരുവിതാംകൂറിൽ എടുത്ത കനേഷുമാരി അഥവാ സെൻസസ് സ്വാതി തിരുനാളിൻ്റെ ശ്രദ്ധേയമായ ഒരു നേട്ടത്തിൽ ഒന്നാണ്. അടുത്ത 37 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്തത് 1872 വസ്തുത കൂടി പരിഗണിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം കൂടുതൽ ബോധ്യമാകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്തത് 1872. അതിനു മുന്നേ തിരുവിതാംകൂറിൽ സെൻസസ് എടുത്തിട്ടുണ്ട്. അത് 1836. അതിന് കനേഷുമാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് വാനനിരീക്ഷണ കേന്ദ്രവും സ്ഥാപിതമായത്. വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമായ വർഷം 1837. അടുത്ത 38ാമത്തെ സവിശേഷത, കൊട്ടാരങ്ങളും അമ്പലങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വളരെ വിപുലമായ രീതിയിൽ ഒരു പൊതുമരാമത്ത് വകുപ്പും സംഘടിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പൊതുമരാമത്ത് വകുപ്പ് രൂപം നൽകിയത്. 39 നാഞ്ചിനാട്ടിലെ ഒരു ജലസേചന മരാമത്ത് വകുപ്പ് സ്ഥാപിക്കുകയും ഒരു സൂപ്രണ്ടിനെ നിയമിക്കുകയും ചെയ്തു. 40 പാശ്ചാത്യ ചികിത്സാ സമ്പ്രദായത്തിന് മഹാരാജാവിന് വിശ്വാസമുണ്ടായിരുന്നത് മൂലം തിരുവനന്തപുരത്ത് ഒരു സൗജന്യ ചികിത്സാ കേന്ദ്രം ആരംഭിക്കുകയും കൊട്ടാരം ഭിക്ഷുങ്കരനെ അതിൻ്റെ മേധാവിയായി നിയമിക്കുകയും ചെയ്തു. 41 തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് കൊട്ടാരത്തിനടുത്തായി ഒരു വലിയ ഗോശാല സ്വാതി തിരുനാൾ നിർമ്മിച്ചു. തദ്ദേശീയ ഇനം മാത്രമല്ല, ഗുജറാത്ത്, നെല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും നല്ലയിനം പശുക്കളെയും കാളകളെയും സംഭരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് കൊട്ടാരത്തിനടുത്തായിട്ട് ഒരു വലിയ ഗോശാല നിർമ്മിച്ചു. ആ ഗോശാലയിൽ തദ്ദേശീയ ഇനം മാത്രമായിരുന്നില്ല, അവിടെ ഗുജറാത്ത്, നെല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പശുക്കളും കാളകളും സംഭരിച്ചിരുന്നു.